ഗീതാമൃതം. നാരായണ നാരായണ. അദ്ദേഹം ഇല്ലെങ്കിൽ എല്ലാം തീർന്നു. ഇനി അടിപൊളി ശ്ലോകം കേട്ടോ, 15ാമത്തെ എൻ്റെ ഫേവറേറ്റ് ശ്ലോകം. സർവസ്യ ചാഹം, എല്ലാ ജീവജാലങ്ങളും ഹൃദി സന്നിവിഷ്ടോ, ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നു. മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച, ഞാനാണ് ഒരാൾക്ക് സ്മരണ നൽകുന്നതും ഞാനാണ് ഒരു വ്യക്തിക്ക് ജ്ഞാനം നൽകുന്നതും. അപോഹനം, മറവി നൽകുന്നത് ഞാനാ. വേദേശ്ചു സർവേർ അഹമേവ വേദ്യോ, വേദങ്ങളിലൂടെ അറിയേണ്ടവൻ ആരാണ്? ഞാനാണ്. വേദാന്തകൃത്, വേദങ്ങൾ എഴുതിയതും ഞാനാണ്. വേദവിത്ത്, വേദങ്ങളെ മൊത്തത്തിൽ മനസ്സിലാക്കിയതും ഏവ ചാഹം, ഞാൻ തന്നെയാണ്. അന്നേരം ഭഗവാൻ പറയുന്നു, ഈ ലോകത്തിൽ എല്ലാത്തിന്റെ ഉദ്ഭവം ആരാണ്? അദ്ദേഹം തന്നെയാണ്. ഒരേ ഒരാൾ, അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു പുല്ലും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ വേറെ എല്ലാം തൃടം മാത്രം. അദ്ദേഹത്തിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. സർവസ്യ ചാഹം, സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആള് ഗുരുവായൂരപ്പനാണ്. വേറെ ആരുമില്ല. എല്ലാത്തിന്റെ ഉദ്ഭവം അദ്ദേഹമാണ്. വേദങ്ങളിലൂടെ അറിയേണ്ടത് അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തെ അറിയാതെ വേദങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ ടൈം പാസ് ചെയ്യാണ്. അന്നേരം ഭഗവാൻ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ 2 തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അർജുന. ഒന്ന് ക്ഷരവും ഒന്ന് അക്ഷരവും. ഈ ഭൗതിക ലോകത്തിൽ എല്ലാം അക്ഷരങ്ങളാണ്, പക്ഷെ ആധ്യാത്മിക ലോകത്തിലെല്ലാം അക്ഷരമാണ്, നാശമില്ലാത്തതാണ്. ഉത്തമ പുരുഷസ്ത്വാന്യ പരമാത്മേതി ഉദാഹൃത യോ ലോകത്രയമാവിശ്യ ബിഭർതി അവ്യയ ഈശ്വര. അതിന് ഭഗവാൻ പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ 2 തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട്, ഒന്ന് ക്ഷരവും ഒന്ന് അക്ഷരവും. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും പതീതരാണ്, പക്ഷെ ശുദ്ധാത്മാക്കൾ, മുക്ത ആത്മാക്കൾ ഇതിനപ്പുറത്തുണ്ട് അർജുന. പക്ഷെ ഇത് കൂടാതെ ഒരാളും കൂടെ ഉണ്ട് അർജുന. ആരാന്നറിയോ? ഉത്തമ പുരുഷസ്തന്യ. ഈ 2 തരത്തിലുള്ള ആൾക്കാര്, ബദ്ധാത്മാവും മുക്താത്മാവിനും അപ്പുറത്ത് വേറൊരാളും കൂടെ ഉണ്ട്. പരമാത്മേതി ഉദാഹൃത, അങ്ങയുടെ പേര് പരമാത്മാവെന്നാണ്. യോ ലോകത്രയമാവിശ്യ, അദ്ദേഹം ഈ ത്രിലോകങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. ബിഭർത്തി അവ്യയ ഈശ്വര, അതിനെല്ലാം ബിഭർത്തി, അതിന്റെ എല്ലാം ഭർത്താവാണ്, ഇതിനെ നിലനിർത്തുന്ന ആളാണ് അവ്യയ ഈശ്വര. പക്ഷെ അദ്ദേഹത്തിന് നാശവും ഇല്ല, അദ്ദേഹം ഇതിന്റെ എല്ലാം ഈശ്വരനാണ്. ആരാണ് ഇദ്ദേഹം? ഞാൻ തന്നെ. അതാണ് ഭഗവാൻ, ഞാനല്ല, ഗുരുവായൂരപ്പൻ. ഉത്തമ പുരുഷസ്തന്യ, ഈ 2 ബദ്ധാത്മാവും മുക്താത്മാവിനും അപ്പുറത്തായിട്ട് വേറൊരാളും കൂടെ ഉണ്ട് അർജുന. അദ്ദേഹത്തെ പരമാത്മേതി ഉദാഹൃത, അദ്ദേഹത്തെ പരമാത്മാവെന്നാണ് വിളിക്കുന്നത്. യോ ലോകോത്രയമാവിശ്യ, ത്രിലോകങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. ബിഭർത്തി, ഈ ത്രിലോകങ്ങളെയും അദ്ദേഹമാണ് പരിപാലനം ചെയ്യുന്നത്. അവ്യയ, അദ്ദേഹത്തിന് നാശമില്ല, ഒരിക്കലും അദ്ദേഹം നിലനിൽക്കാതിരിക്കത്തില്ല. ഈശ്വര, അദ്ദേഹം ഇതിന്റെ എല്ലാം സ്വാമിയാണ്. ആരാണ് അദ്ദേഹം? ക്ഷരത്തിനും അപ്പുറത്താണ് ഞാൻ എന്ന് ചിലവർ പറയാറുണ്ട് അർജുന. അക്ഷരാത് അഭിചോത്തമ, ഇനി മുക്ത ആത്മാക്കളിലും ഞാൻ ഏറ്റവും ഉത്തമനാണെന്ന് ചിലവർ പറയുന്നു. അഥോ അസ്മി ലോകേ വേദേച്ഛ, അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും പ്രതിതാ പുരുഷോത്തം, എന്നെ പുരുഷോത്തം എന്നാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പേ ഭഗവാൻ എന്താ പറഞ്ഞത്? ഉത്തമ പുരുഷോസ്തന്യ, ഈ ക്ഷരവും അക്ഷരവും. ക്ഷരം എന്ന് പറഞ്ഞാൽ ബദ്ധാത്മാക്കൾ, ഇനി അക്ഷരം എന്ന് പറഞ്ഞാൽ മുക്താത്മാക്കൾ. ഇതിനപ്പുറത്തായിട്ട് ഉത്തമ പുരുഷസ്തന്യ, വേറൊരു പുരുഷനും കൂടെ ഉണ്ട് അർജുന. അദ്ദേഹത്തെ പരമാത്മാ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ത്രിലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു, ഈ ത്രിലോകങ്ങളെ നിലനിർത്തുന്നു. ഇത് ത്രിലോകങ്ങളുടെയും ഈശ്വരനാണ്.